ആറാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ അധ്യായങ്ങളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത്. ഇതിനുള്ളിലെ ചോദ്യോത്തരങ്ങൾ നമുക്ക് വളരെ ശ്രദ്ധാപൂർവം നോക്കാം. ചാപ്റ്റർ 1 കാസ്കറ്റ്സ് ഓഫ് ലൈഫ്. മൈക്രോ ഓർഗാനിസംസ് ക്യാൻ ബി ഒബ്സർവ്ഡ് ത്രൂ മൈക്രോസ്കോപ്പ്. മൈക്രോ ഓർഗാനിസത്തിനെ നാം ഒബ്സർവ് ചെയ്യുന്ന എന്തിൽ കൂടിയാണെന്ന്? മൈക്രോസ്കോപ്പിൽ കൂടിയാണ്. എക്സാമ്പിൾസ് ഓഫ് മൈക്രോ ഓർഗാനിസംസ്. യൂണിസെല്ലുലാർ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിന് എക്സാമ്പിളാണ്. യൂണിസെല്ലുലാർ എന്ന് പറഞ്ഞാൽ ഒരു സെല്ല് മാത്രമുള്ള മൈക്രോ ഓർഗാനിസത്തിന് എക്സാമ്പിൾസാണ് അമീബ, പാരമീസിയം, യൂഗ്ലീന. അമീബ, പാരമീസിയം, യൂഗ്ലീന. ഓർഗാനിസംസ് വിത്ത് ഒൺലി വൺ സെൽ. ഒരു സെല്ല് മാത്രമുള്ള ഓർഗാനിസത്തിന് പറയുന്ന പേരാണ് യൂണിസെല്ലുലാർ ഓർഗാനിസംസ്. യൂണിസെല്ലുലാർ ഓർഗാനിസംസ്. ഓർഗാനിസംസ് വിത്ത് മോർ ദാൻ വൺ സെൽ ഇൻ ദെയർ ബോഡി പറയുന്ന പേരാണ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. ഒരു ഓർഗാനിസത്തിനകത്ത് ഒന്നിൽ കൂടുതൽ സെല്ലുകളുണ്ടെങ്കിൽ, മോർ ദാൻ വൺ സെല്ലുണ്ടെങ്കിൽ അതിന് പറഞ്ഞാണ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. എക്സാമ്പിൾസ് ഓഫ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. ആനിമൽസും പ്ലാന്റ്സുമാണ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിന് എക്സാമ്പിൾസ്. ഹൗ മെനി സെൽസ് ഇൻ ഹ്യൂമൻ ബോഡി? ഒരു ഹ്യൂമൻ ബോഡിയിൽ എന്തുമാത്രം സെല്ലുകളുണ്ടാകാം? മില്യൺസ് ഓഫ് സെൽസ്, ദശലക്ഷക്കണക്കിന് സെല്ലുകളുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് ഇൻ ദ ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡിയിലുള്ള വ്യത്യസ്തങ്ങളായ സെല്ലുകൾ ഏതൊക്കെയാണ്? മസിൽ സെല്ല്, ന്യൂറോണ് തുടങ്ങിയവയാണ്. ഇമ്പോർട്ടൻ്റ് പാർട്സ് ഓഫ് എ സെല്ല്. ഒരു സെല്ലിനകത്തുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ: ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം, സെൽ മെംബ്രെയിന്. ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം, സെൽ മെംബ്രെയിന്. സെൻറ്റർ ഓഫ് ദി സെല്ല്. സെല്ലിൻ്റെ സെൻറ്ററിന് പറയുന്ന പേര് ന്യൂക്ലിയസ്. കവറിങ് ഓഫ് ദി സെല്ല്, സെൽ മെംബ്രെയിന്. സെല്ലിൻ്റെ കവറിങ്ങിന് ചുറ്റുമുള്ള ഭാഗങ്ങൾക്ക് പറയുന്ന പേര് സെൽ മെംബ്രെയിന്. ദ മെട്രിക്സ് ഫിൽഡ് ഇൻസൈഡ് ദ സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം. സെൽ മെംബ്രെയിനകത്ത് ഫില്ല് ചെയ്തിരിക്കുന്ന ഭാഗങ്ങൾക്ക് പറയുന്ന പേരാണ് സൈറ്റോപ്ലാസം. ഇനി ആനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ആനിമൽ സെല്ലിനകത്തുള്ളത് ന്യൂക്ലിയസ്. പ്ലാന്റ് സെല്ലിന് ന്യൂക്ലിയസ് ഉണ്ട്. സൈറ്റോപ്ലാസം ആനിമൽ സെല്ലിലും പ്ലാന്റ് സെല്ലിലും ഉണ്ട്. വാക്യൂൾ ആനിമൽ സെല്ലിലും പ്ലാന്റ് സെല്ലിലും ഉണ്ട്. സെൽ മെംബ്രെയിൻ. ഇത്രയും വരെ ഈ 4 കാര്യങ്ങൾ ആനിമൽ സെല്ലിലും പ്ലാന്റ് സെല്ലിലും ഉണ്ട്. ഇനി ആനിമൽ സെല്ലിൽ ഇല്ലാത്തതായ പ്ലാന്റ് സെല്ലിലുള്ളത് ക്ലോറോപ്ലാസ്റ്റും സെൽ വോളും. നിർബന്ധമായി ഓർത്തിരിക്കുക, ക്ലോറോപ്ലാസ്റ്റും സെൽ വോളുമാണ് കോശഭിത്തിയും ക്ലോറോപ്ലാസ്റ്റുമാണ് ഇതിനകത്ത് പ്ലാന്റ് സെല്ലിനകത്ത് കൂടുതലായിട്ടുള്ളത്. സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ദി എസൻസ് ഓഫ് ചേഞ്ച്, മാറ്റത്തിൻ്റെ പൊരുൾ. ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എനർജി എന്ന് പറയുന്നത് ഹീറ്റ് എനർജി, ഇലക്ട്രിസിറ്റി, ലൈറ്റ്, സൗണ്ട്. ഇതെല്ലാം എനർജിയുടെ വിവിധ രൂപങ്ങളാണ്. ഓൾ സബ്സ്റ്റൻസ് കണ്ടെയ്ൻസ് ഡാഷ് എനർജി. എല്ലാ സബ്സ്റ്റൻസസിനകത്തും ഉള്ളത് കെമിക്കൽ എനർജിയാണ്. കെമിക്കൽ എനർജി. ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് സോളാർ എനർജി ഇൻറ്റു കെമിക്കൽ എനർജി. ഫോട്ടോസിന്തസിസിനകത്ത് നടക്കുന്നത് സോളാർ എനർജി കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ്. സണ്ണ് പ്ലാന്റിൽ നിന്ന് സൺ എനർജി പ്ലാന്റ് സ്വീകരിക്കുന്നു. അത് വീണ്ടും ഫോസിൽ ഫ്യൂവൽസ് ആവുന്നു. ആ ഫോസിൽ ഫ്യൂവൽസ് വിഘടിച്ച് കോള്, പെട്രോള്, ഡീസൽ, കെറോസിൻ, LPG മുതലായ വസ്തുക്കളായിട്ട് മാറുന്നു. ദ ഫോം ഓഫ് എനർജി വിച്ച് ഹെൽപ്സ് ദ മൂവ്മെൻറ്റ് ഓഫ് മെഷീൻ പാർട്ട് ഈസ് കോൾഡ്. ദ ഫോം ഓഫ് എനർജി വിച്ച് ഹെൽപ്സ് ദ മൂവ്മെൻറ്റ് ഓഫ് മെഷീൻ പാർട്ട്. മെഷീൻ പാർട്ടിൻ്റെ മൂവ്മെൻറ്റിന് സഹായിക്കുന്ന എനർജിക്ക് പറയുന്ന പേരാണ് മെക്കാനിക്കൽ എനർജി. മൂവ്മെൻറ്റ് ഓഫ് മെഷീൻ പാർട്ട്, അതിൽ നിന്ന് ഓർത്തിരിക്കുക, മെക്കാനിക്കൽ എനർജി. ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എനർജി: ഇലക്ട്രിസിറ്റി, ലൈറ്റ്, ഹീറ്റ്, കെമിക്കൽ എനർജി, മെക്കാനിക്കൽ എനർജി, സൗണ്ട് എനർജി മുതലായവ. ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നു. ഹീറ്റ് എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുന്നു. മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി, ഇലക്ട്രിക്കൽ എനർജി ലൈറ്റ് എനർജി. അങ്ങനെ എനർജിയുടെ കൺവേർഷൻ പലതരത്തിൽ, ഓരോ ഉപകരണങ്ങൾക്കകത്ത് ഓരോ തരത്തിലുള്ള എനർജി കൺവേർഷനാണ് നടക്കുന്നത്. എനർജി ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ഫ്രം വൺ ഫോം ടു അതർ ഫോംസ്. എനർജിയുടെ ഒരു ഇക്വേഷൻ തന്നെയാണ്. എനർജി ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ഫ്രം, ലോ ഓഫ് എനർജിയാണ്. എനർജി ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ഫ്രം വൺ ഫോം ടു അതർ ഫോം. ഒരു ഫോമിലുള്ള എനർജി മറ്റു രൂപത്തിലേക്ക് മാറ്റപ്പെടുന്നു. ദ എനർജി കണ്ടെയ്ൻഡ് ഇൻ ഓൾ സബ്സ്റ്റൻസ്. എല്ലാ സബ്സ്റ്റൻസസിലുള്ള എനർജി എന്ന് പറയുന്നത് കെമിക്കൽ എനർജിയാണ്.
സൺ ഈസ് ദ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി സോഴ്സ് ഓഫ് ദി എർത്ത്. ഈ എർത്തിലുള്ള ഭൂമിയിലുള്ള എല്ലാ എനർജി സോഴ്സിൻ്റെയും അൾട്ടിമേറ്റ് സോഴ്സായിട്ട് പറയുന്നത് സൺ എനർജിയാണ്. വാട്ട് ആർ ദ 3 സ്റ്റേറ്റ്സ് ഓഫ് വാട്ടർ? വാട്ടറിൻ്റെ 3 സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഐസ്, വാട്ടർ, സ്റ്റീം. ചേഞ്ച് ഇൻ ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് സച്ച് ആസ് ദ സ്റ്റേറ്റ്, ഷേപ്പ് ഓർ സൈസ് ഈ ടൈംഡ് ആസ് ഫിസിക്കൽ ചേഞ്ച്. ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്റ്റേറ്റ് ഏത് സ്റ്റേറ്റിലാണെന്ന് അറിയാം. ഗേഷ്യസ് സ്റ്റേറ്റ്, സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ് എന്നുള്ളത്. പിന്നെ ഷേപ്പിനകത്ത് വരുന്ന വ്യത്യാസം അല്ലെങ്കിൽ സൈസിൽ വരുന്ന വ്യത്യാസം, ഇതിനൊക്കെ അനുസരിച്ച് പറയുന്നതാണ് അതിൻ്റെ ഫിസിക്കൽ ചേഞ്ച് എന്ന്. എക്സാമ്പിൾസ് ഓഫ് ഫിസിക്കൽ ചേഞ്ച്: എക്സ്പാൻഷൻ, മെൽറ്റിങ്, ബ്രേക്കിങ്, ടിയറിങ്. വാക്സ് ഈസ് ഹീറ്റഡ്, വാട്ടർ ഈസ് ഹീറ്റഡ്. അപ്പോൾ ഒക്കെ അതിനകത്ത് വരുമ്പം വാക്സ് ഹീറ്റ് ചെയ്യുമ്പോൾ ഉരുകി ഒലിക്കുന്നു, വാട്ടർ ഹീറ്റ് ചെയ്യുമ്പോൾ അത് സ്റ്റീമായിട്ട് മാറുന്നു. ഇതെല്ലാം ഫിസിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾസായിട്ട് പറയാവുന്നതാണ്. ന്യൂ സബ്സ്റ്റൻസസ് ആർ നോട്ട് ഫോംഡ് ഡ്യൂറിങ് ഫിസിക്കൽ ചേഞ്ച്. ഫിസിക്കൽ ചേഞ്ചിൻ്റെ സമയത്ത് ന്യൂ സബ്സ്റ്റൻസസ് ഒന്നും ഉണ്ടാകുന്നില്ല. ദ പ്രോസസ് ഇൻ വിച്ച് സബ്സ്റ്റൻസസ് ചേഞ്ച് ഇൻ ടു ന്യൂ സബ്സ്റ്റൻസസ് ബൈ അബ്സോർബിങ് ഓർ റിലീസിങ് എനർജി ടൈംഡ് ആസ് കെമിക്കൽ ചേഞ്ച്. എനർജി അബ്സോർബ് ചെയ്യുകയോ റിലീസ് ചെയ്യുകയോ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് പുതിയ തരത്തിലുള്ള വസ്തുക്കൾ ഉണ്ടാകുന്ന ന്യൂ സബ്സ്റ്റൻസസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് കെമിക്കൽ ചേഞ്ച്. കെമിക്കൽ ചേഞ്ച് ഈസ് എ ഡാഷ് ചേഞ്ച്. കെമിക്കൽ ചേഞ്ച് ഈസ് എ പെർമനൻറ്റ് ചേഞ്ച്. ഫിസിക്കൽ ചേഞ്ച് ഈസ് എ ടെമ്പററി ചേഞ്ച്. ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ടെമ്പററി ചേഞ്ചാണ്. കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് പെർമനൻറ്റ് ചേഞ്ചാണ്. എക്സാമ്പിൾസ് ഓഫ് കെമിക്കൽ ചേഞ്ചസ്: കുക്ക്ഡ് റൈസ് ടേസ്റ്റ് സ്വീറ്റ് വെൻ ചൂവ്ഡ് ഫോർ സം ടൈം. നമ്മൾ ചോറ് വായിലിട്ട് കുറച്ച് നേരം ചവച്ച് കഴിയുമ്പോൾ അതിനായിട്ടൊരു മധുര ടേസ്റ്റ് വരുന്നതിന് കാരണം ഈ കെമിക്കൽ ഇതാണ് ചേഞ്ച് നടന്നേക്കുന്നതാണ്. ദ കളർ ഓഫ് ദി ഫിലിം ചേഞ്ചസ് വൈൽ ടേക്കിംഗ് എക്സ്റേസ്. എക്സ്റേ എടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഫിലിം ചേഞ്ച് ചെയ്യുന്നതിന്, അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നതിന് കാരണം കെമിക്കൽ ചേഞ്ചാണ്. ദ കളർ ഓഫ് ക്ലോത്ത്സ് ഫെയ്ഡ്സ് വെൻ എക്സ്പോസ്ഡ് ടു സൺലൈറ്റ്. സൂര്യപ്രകാശം അടിച്ചു കഴിയുമ്പം ഡ്രസ്സിൻ്റെ വസ്ത്രങ്ങളുടെ എല്ലാത്തിൻ്റെയും കളർ മാറുന്നതിന് കാരണവും ഇതുപോലെ തന്നെയുള്ളതാണ്, കെമിക്കൽ ചേഞ്ചാണ്. അയൺ റോഡ്സ് റസ്റ്റ്, ഇരുമ്പ് തുരുമ്പിക്കുന്നത്. ബേൺ എ മഗ്നീഷ്യം റിബൺ, ഒരു മഗ്നീഷ്യം റിബൺ കത്തുന്നത് കത്തിക്കഴിയുമ്പോൾ ചാരമായി മാറുന്നു. മാംഗോസ് റൈപ്പൺ, മാമ്പഴം പഴുക്കുന്നത്. ബേൺ എ പേപ്പർ പീസ് ഓഫ് പേപ്പർ, ഒരു പേപ്പർ കത്തിച്ച് കഴിയുമ്പോൾ ചാരമായി മാറുന്നത്. ഷുഗർ ഈസ് മെൽറ്റഡ്, ഷുഗർ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതും കരിയായി മാറുന്നു. അതെല്ലാം ഏതിന് എക്സാമ്പിൾസാണ്? കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിളാണ്. അതായത് അവ പുതിയൊരു രൂപത്തിലേക്ക് മാറുന്നു, പുതിയൊരു സ്റ്റേറ്റിലേക്ക് മാറുന്നു. അവയ്ക്ക് വീണ്ടും തിരിച്ചു വരാനായിട്ട് പറ്റുന്നില്ല. ന്യൂ സബ്സ്റ്റൻസ് അവിടെ ഉണ്ടാകുന്നു. ഫോട്ടോസിന്തസിസ് ഈസ് എ കെമിക്കൽ ചേഞ്ച്. ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞത് ഒരു കെമിക്കൽ ചേഞ്ചാണ്. എനർജി ഈസ് നീഡ് ടു ഡു വർക്ക് ചെയ്യുന്നതിന് എനർജി ആവശ്യമാണ്. ഇനി നമ്മൾ നോക്കുന്ന മൂന്നാമത്തെ ചാപ്റ്ററാണ് ഫ്ലവർ ടു ഫ്ലവർ. പാർട്സ് ഓഫ് എ ഫ്ലവർ. ഒരു ഫ്ലവറിൻ്റെ പാർട്സ് ഏതൊക്കെയാണ്? ആൻഡ്രോസിയം, കൊറോള, കാലിക്സ്, ഗൈനേഷ്യം, തലാമസ്, പെഡിസൽ. അതാണ് ഒരു ഫ്ലവറിൻ്റെ പാർട്സ് എന്ന് പറഞ്ഞാൽ. പാർട്സ് ഓഫ് എ ഫ്ലവർ എന്ന് പറഞ്ഞാൽ ആൻഡ്രോസിയം, കൊറോള, കാലിക്സ്, ഗൈനേഷ്യം, തലാമസ്, പെഡിസൽ. റിപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിലുള്ള റിപ്രൊഡക്റ്റീവ് ഓർഗൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലവേഴ്സാണ്. ഇൻ ഗൈനേഷ്യം എഗ് ഈസ് സീൻ ഇൻ ഓവ്യൂൾ ഇൻസൈഡ് ദ ഓവറി. ഓവറിക്കുള്ളിലുള്ള ഓവ്യൂളിനകത്താണ് ഗൈനേഷ്യത്തിനകത്ത് എഗ്ഗ് കാണപ്പെടുന്നത്. മെയിൽ ഗാമേറ്റ് ഈസ് സീൻ ഇൻ പൊള്ളൻ ഗ്രെയിൻസ് ഫൗണ്ട് ഇൻ ദ ആന്തർ ഓഫ് ദി ആൻഡ്രോസിയം. ആൻഡ്രോസിയത്തിനകത്തെ ആന്തറിനകത്താണ് പൊള്ളൻ ഗ്രെയിൻ കാണപ്പെടുന്നത്. അവിടെയാണ് മെയിൽ ഗാമേറ്റ് കാണപ്പെടുന്നത്. ഫ്ലവേഴ്സ് ദാറ്റ് ഹാവ് ഓൺലി വൺ ആൻഡ്രോസിയം. ആൻഡ്രോസിയം മാത്രമുള്ള ഫ്ലവേഴ്സിന് പറയുന്ന പേരാണ് മെയിൽ ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സ് ദാറ്റ് ഹാവ് ഓൺലി ഗൈനേഷ്യം. ഗൈനേഷ്യം മാത്രമുള്ള ഫ്ലവേഴ്സിന് പറയുന്ന പേരാണ് ഫീമെയിൽ ഫ്ലവേഴ്സ്. ആൻഡ്രോസിയം മാത്രമുള്ള ഫ്ലവേഴ്സ് മെയിൽ ഫ്ലവേഴ്സും ഗൈനേഷ്യം മാത്രമുള്ള ഫ്ലവേഴ്സ് ഫീമെയിൽ ഫ്ലവേഴ്സും ആയിരിക്കും. യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ്രോസിയം ആൻഡ് ഗൈനേഷ്യം ഇൻ സെപ്പറേറ്റ് ഫ്ലവേഴ്സ്. വ്യത്യസ്തങ്ങളായ ഫ്ലവേഴ്സിലാണ് ആൻഡ്രോസിയവും ഗൈനേഷ്യവും. അതായത് ഫീമെയിൽ ഫ്ലവേഴ്സും മെയിൽ ഫ്ലവേഴ്സും വ്യത്യസ്തങ്ങളായ ഫ്ലവറുകളിലാണെങ്കിൽ അവയ്ക്ക് പറയുന്ന പേരാണ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സ് ഹാവിങ് ബോത്ത് ആൻഡ്രോസിയം ആൻഡ് ഗൈനേഷ്യം ഇൻ
only one plant, ഒരു പ്ലാന്റിൽ തന്നെ ഒരു ഫ്ലവറിൽ തന്നെ ആൻഡ്രീഷ്യവും ഗൈനേഷ്യവും കാണപ്പെടുവാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ബൈസെക്ഷൽ ഫ്ലവേഴ്സ്. എക്സാമ്പിൾസ് ഓഫ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് പംകിൻ, ബിറ്റർ ഗാർഡ്. എക്സാമ്പിൾസ് ഓഫ് ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ഒലിയാണ്ടർ, കാലിയോട്രോപ്സ്. Dash is formed in plants after fertilization. Fruit is formed in plants after fertilization. ഫെർട്ടിലൈസേഷന് ശേഷം പ്ലാന്റ്സിലുണ്ടാകുന്ന എന്താണ്? ഫ്രൂട്ടാണ്. ട്രാൻസ്ഫർ ഓഫ് പൊള്ളൻ ഗ്രെയിൻസ് ഫ്രം ദ ആന്തർ ടു ദ സ്റ്റിഗ്മ ഈസ് കോൾഡ് പൊള്ളിനേഷൻ. ട്രാൻസ്ഫർ ഓഫ് പൊള്ളൻ ഗ്രെയിൻസ് ഫ്രം ദ ആന്തർ ടു ദ സ്റ്റിഗ്മ, ആന്തർ മുതൽ സ്റ്റിഗ്മ വരെയുള്ള പൊള്ളൻ ഗ്രെയിൻസിൻ്റെ ട്രാൻസ്ഫറിന് പറയുന്ന പേരാണ് പൊള്ളിനേഷൻ. ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് പൊള്ളിനേഷൻ ആർ കോൾഡ് പൊള്ളിനേറ്റിംഗ് ഏജൻറ്റ്സ്. പൊള്ളിനേറ്റിംഗ് ഏജൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് പൊള്ളിനേഷനെ സഹായിക്കുന്ന ഘടകങ്ങളെ പറയുന്ന പേരാണ് പൊള്ളിനേറ്റിംഗ് ഏജൻറ്റ്സ് എന്ന് പറയുന്നത്. ഇൻ ദ എലിഫൻറ്റ് ആം ആൻഡ് ടാരോ പൊള്ളിനേഷൻ ഈസ് ഡൺ ബൈ ഫ്ലൈസ്. ഈച്ചകളാണ്. എലിഫൻറ്റ് ആം എന്ന് പറയുമ്പോൾ ചേനയുടെയും ചേമ്പിൻ്റെയും എല്ലാ പൂക്കൾക്ക് അവക്കൊരു പ്രത്യേകതരം സ്മെല്ലാണുള്ളത്. അതുകൊണ്ട് അവയുടെ എല്ലാത്തിൻ്റെയും പൊള്ളിനേഷൻ നടക്കുന്ന ഫ്ലൈസ്, ഈച്ചകളിലൂടെയാണ്. ഈച്ചകളാണ് അവയെ അട്രാക്റ്റ് ചെയ്യുന്നത്. ഡാഷ് ഈസ് അട്രാക്റ്റഡ് ബൈ ഫ്ലൈസ് ഫോർ പൊള്ളിനേഷൻ. പൊള്ളിനേഷന് വേണ്ടിയിട്ട് ഫ്ലൈസിനെ അട്രാക്റ്റ് ചെയ്യുന്ന കാര്യം എന്താണ്? അതിലെ ഫൗൾ ഓർഡറാണ്, ചീത്ത മണമാണ്. പൊള്ളിനേഷൻ ഈസ് ഇൻ പ്ലാന്റ്സ് ലൈക്ക് പാടി, വീറ്റ്, മെയ്സ് ആൻഡ് ഷുഗർ കെയിൻ ഒക്വേഴ്സ് ത്രൂ വിൻഡ്. പാടിയിലും വീറ്റിലും, നെല്ല്, ഗോതമ്പ്, മെയ്സ്, കരിമ്പ് പോലൊക്കെയുള്ളതിനകത്ത് പൊള്ളിനേഷൻ നടക്കുന്ന എന്ത് വഴിയാണ്? വിൻഡ് വഴിയാണ്, കാറ്റ് വഴിയാണ്. ദ പൊള്ളിനേറ്റിംഗ് ഏജൻറ്റ് ഇൻ പെപ്പർ പ്ലാന്റിലെ പൊള്ളിനേറ്റിംഗ് ഏജൻറ്റ് എന്ന് പറയുന്നത് വാട്ടറാണ്, ഡ്യൂ ഡ്രോപ്സ് ആണ്, വാട്ടറിൻ്റെ ഡ്യൂ ഡ്രോപ്സ്. അഡാപ്റ്റേഷൻസ് ആൻഡ് പൊള്ളിനേറ്റിംഗ് ഏജൻറ്റ്സ് നമുക്ക് നോക്കാം. വിൻഡ് പൊള്ളിനേറ്റിംഗ് ഏജൻറ്റായിട്ട് പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? ലൈറ്റ് വെയ്റ്റ് ഓഫ് പൊള്ളൻ ഗ്രെയിൻസ് ആണ്. അതിൻ്റെ പൊള്ളൻ ഗ്രെയിൻസിന് ലൈറ്റ് വെയ്റ്റ് ഉള്ളപ്പോഴാണ് വില്ല് പൊള്ളിനേറ്റിംഗ് ഏജൻറ്റായിട്ട് പ്രവർത്തിക്കുന്നത്. കളർഫുൾ ഫ്ലവേഴ്സിൻ്റെ അടുത്ത് ഹണി ബി എന്താകുന്നു? പൊള്ളിനേറ്റിംഗ് ഏജൻറ്റായിട്ട് പ്രവർത്തിക്കുന്നു. വൈറ്റ് ഫ്ലവേഴ്സ് ദാറ്റ് ബ്ലൂം അറ്റ് നൈറ്റിലുണ്ടാകുന്ന വൈറ്റ് ഫ്ലവേഴ്സിൻ്റെ പൊള്ളിനേറ്റിംഗ് ഏജൻറ്റ് എന്ന് പറയുന്നത് മോത്താണ്. പൊള്ളിനേഷൻ ഇൻ മോയിസ്റ്റ് വാട്ടർ, ഡ്യൂ ഡ്രോപ്സ്. ആർട്ടിഫിഷ്യൽ പൊള്ളിനേഷൻ എന്ന് പറഞ്ഞാൽ പൊള്ളൻ ഗ്രെയിൻസ് ഫ്രം superior quality plants are collected and dusted on the stigma of other plants to produce high quality seeds. ആർട്ടിഫിഷ്യൽ പൊള്ളിനേഷൻ എന്ന് പറഞ്ഞാൽ പൊള്ളൻ ഗ്രെയിൻസ് ഫ്രം സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ്സിലുള്ള പൊള്ളൻ ഗ്രെയിൻസിനെ കളക്ട് ചെയ്യുന്നു. ആൻഡ് ഡസ്റ്റഡ് ഓൺ ദ സ്റ്റിഗ്മ ഓഫ് അതർ പ്ലാന്റ്സ്, എന്നിട്ട് മറ്റു പ്ലാന്റിൻ്റെ സ്റ്റിഗ്മയ്ക്കകത്തുകൊണ്ടേ അതിനെ ഒരു തട്ടിയിടുന്നു. ടു പ്രൊഡ്യൂസ് ഹൈ ക്വാളിറ്റി സീഡ്സ്, അതിൻ്റെ ഫലമായിട്ട് ഹൈ ക്വാളിറ്റി സീഡ്സ് ഉണ്ടാകുന്നതിന് പറയുന്ന പേരാണ് ആർട്ടിഫിഷ്യൽ പൊള്ളിനേഷൻ എന്ന് പറയുന്നത്. ഹൂ പൊള്ളിനേറ്റ്സ് ദ വാനില ദാറ്റ് ഗ്രോസ് ഇൻ മെക്സിക്കൻ ഫോറസ്റ്റിൽ വാനിലയുടെ പൊള്ളിനേഷന് വേണ്ടി സഹായിക്കുന്നത് ആരാണ്? മെലിപ്പോന എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഓഫ് ഹണി ബി ആണ്. അവിടെ മാത്രം കാണുന്ന മെക്സിക്കൻ ഫോറസ്റ്റിൽ മാത്രം കാണപ്പെടുന്ന ഒരു ഹണി ബി ആണ്, ഒരു വെറൈറ്റി ടൈപ്പാണ്. അതിൻ്റെ പേരാണ് മെലിപ്പോണ. ആ മെലിപ്പോണയാണ് വാനിലയുടെ പൊള്ളിനേഷന് വേണ്ടിയിട്ട് മെക്സിക്കോയിൽ സഹായിക്കുന്നത്. പൊള്ളിനേഷൻ ബിക്കംസ് എഫക്റ്റീവ് വെൻ ദ പൊള്ളൻ ഗ്രെയിൻസ് ഫോൾ ഓൺ ദ സ്റ്റിഗ്മ ഓഫ് ഫ്ലവേഴ്സ് ഓഫ് ദി സെയിം കൈൻഡ്. പൊള്ളിനേഷൻ കൂടുതൽ എഫക്റ്റീവാകുന്ന, കൂടുതൽ പ്രയോജനകരമാകുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ വെൻ ദ പൊള്ളൻ ഗ്രെയിൻസ് ഫോൾ ഓൺ ദ സ്റ്റിഗ്മ ഓഫ് ഫ്ലവേഴ്സ് ഓഫ് സെയിം കൈൻഡ്. ഇപ്പോൾ ഒരു ചെമ്പരത്തിയുടെ നോക്കുവാണെങ്കിൽ ചെമ്പരത്തിയുടെ ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് അതിൻ്റെ പൊള്ളൻ ഗ്രെയിൻസ് വീഴുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് കൂടുതൽ നന്നായിട്ട് പൊള്ളിനേഷൻ നടക്കും. സെൽഫ് പൊള്ളിനേഷൻ എന്ന് പറഞ്ഞാൽ പൊള്ളിനേഷൻ ഒക്വേഴ്സ് ഇൻ ദ സെയിം ഫ്ലവർ ഓർ ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് ഓഫ് ദി സെയിം പ്ലാന്റ്. പൊള്ളിനേഷൻ ഇപ്പോൾ ഒരു ഫ്ലവറിൻ്റെ തന്നെ, ഇപ്പോൾ ഒരു ചെമ്പരത്തിയുടെ പറഞ്ഞു, ചെമ്പരത്തിയുടെ തന്നെ ഒരു ഫ്ലവറിൽ തന്നെയുള്ള ഒരു പ്ലാന്റിൽ തന്നെയുള്ള വ്യത്യസ്തങ്ങളായ ഫ്ലവേഴ്സിലോ അല്ലെങ്കിൽ ഒരു ഫ്ലവറിൽ തന്നെ നടക്കുകയാണെങ്കിലോ അതിനൊക്കെയാണ് പൊള്ളിനേഷൻ നടക്കുന്നതിന് പറയുന്നതാണ് സെൽഫ് പൊള്ളിനേഷൻ. ഒന്നെങ്കിൽ സെയിം ഫ്ലവറിൽ നടക്കണം അല്ലെങ്കിൽ സെയിം പ്ലാന്റിൽ നടക്കണം. അതിനാണ് സെൽഫ് പൊള്ളിനേഷൻ എന്ന് പറയുന്നത്.
സെൽഫ് പൊളിനേഷൻ കൂടാതെ ക്രോസ് പൊളിനേഷനും ഉണ്ട്. ക്രോസ് പൊളിനേഷൻ ഒക്വേഴ്സ് ഇൻ ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് ഇൻ ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ഓഫ് സെയിം കൈൻഡ്. വ്യത്യസ്ത പ്ലാന്റുകളുടെ വ്യത്യസ്ത ഫ്ലവേഴ്സിനകത്ത് പൊളിനേഷൻ നടക്കുന്നതിന് പറയുന്നതാണ് ക്രോസ് പൊളിനേഷൻ എന്ന് പറയുന്നത്. ക്രോസ് പൊളിനേഷൻ എന്ന് പറഞ്ഞാൽ പൊളിനേഷൻ ഒക്വേഴ്സ് ഇൻ ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് ഇൻ ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ഓഫ് സെയിം കൈൻഡ്. ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് ഇൻ ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ഓഫ് സെയിം കൈൻഡ് ആണ് ക്രോസ് പൊളിനേഷൻ എന്ന് പറയുന്നത്. After pollination, the male gamete reaches the ovary and fuse with the egg to form fruit. After pollination, പൊളിനേഷന് ശേഷം മെയിൽ ഗാമേറ്റ് റീച്ചസ് ദി ഓവറി ആൻഡ് ഫ്യൂസ് വിത്ത് എഗ് ടു ഫോം എന്തായി മാറുന്നു? ഫ്രൂട്ടായി മാറുന്നു. വിച്ച് പാർട്ട് ഗ്രോസ് ഇൻ ടു എ സീഡ്? സീഡായിട്ട് മാറുന്നത് എന്താണ്? ഓവ്യൂളാണ്. ഓവ്യൂള്. വിച്ച് പാർട്ട് ഗ്രോസ് ഇൻ ടു എ ഫ്രൂട്ട്? ഫ്രൂട്ടായിട്ട് മാറുന്നത് എന്താണ്? ഓവറി. ഓവറി ഫ്രൂട്ടായിട്ട് മാറുന്നു. സീഡ് ഓവ്യൂളായിട്ട് മാറുന്നു. സിമ്പിൾ ഫ്രൂട്ട് സീഡായിട്ട് മാറുന്നത് ഓവ്യൂളും ഫ്രൂട്ടായിട്ട് മാറുന്നത് ഓവറിയും. സിമ്പിൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ only one fruit is formed from each flower. ഓരോ ഫ്ലവറിൽ നിന്നും ഒറ്റ ഫ്രൂട്ട് മാത്രമേ ഉണ്ടാകുന്നുള്ളെങ്കിൽ അതിന് പറയുന്ന പേരാണ് സിമ്പിൾ ഫ്ലവർ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ഓഫ് സിമ്പിൾ ഫ്ലവേഴ്സ് മാംഗോ, ടൊമാറ്റോ, ആഷ് ഗാർഡ്, ബിറ്റർ ഗാർഡ്. അതിൻ്റെ ഒരു ഫ്ലവറിൽ നിന്ന് ഒരൊറ്റ ഫലം മാത്രം ഉണ്ടാകുന്നുള്ളെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്തെന്നുള്ളത്? സിമ്പിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത്. അഗ്രിഗേറ്റ് ഫ്രൂട്ട്. മോർ ദാൻ വൺ ഫ്രൂട്ട് ഈസ് ഫോംഡ് ഫ്രം എ ഫ്ലവർ. ഒരു ഫ്ലവറിൽ നിന്ന് ഒന്നിൽ കൂടുതൽ ഇതുണ്ടാകുന്നുണ്ടെങ്കിൽ, ഒരു കൊലയായിട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ഓഫ് അഗ്രിഗേറ്റ് ഫ്രൂട്ട് കസ്റ്റാർഡ് ആപ്പിൾ, സീതപ്പഴം, ബ്ലാക്ക്ബെറി, പൊളിയാൽത്ത ഫ്രൂട്ട്, ബ്ലാക്ക്ബെറി, പൊളിയാൽത്ത ഫ്രൂട്ട്. ഇനി മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഫ്രൂട്ട്സ് ഉണ്ട്, അഗ്രിഗേറ്റ് ഫ്രൂട്ട്സ് ഉണ്ട്, മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് ഉണ്ട്. ലുക്സ് വൺ ദോട്ട് നോട്ട് വൺ. കാണുമ്പോൾ ഒന്നായിട്ട് തോന്നും, പക്ഷേ അവ ഒന്നല്ല. ദേ ഓൾ അറേഞ്ച്ഡ് ഇൻസൈഡ് എ കോമൺ കവറിങ് ആസ് എ സിംഗിൾ ഫ്രൂട്ട്. അതായത് ഒരു സിംഗിൾ ഫ്രൂട്ടായിട്ട് നമുക്കൊരു ചക്കപ്പഴത്തിൻ്റെ ഉദാഹരണം എടുത്താൽ ചക്കപ്പഴം കോമൺ ആയിട്ടൊരു കവറിങ് ഉണ്ട്. അതുകൊണ്ട് അത് എന്തായിട്ട് ഒരു സിംഗിൾ ഫ്രൂട്ടായിട്ട് തോന്നുമെങ്കിലും ലുക്സ് വണ്ണ് ദോ നോട്ട് വൺ, പക്ഷേ അതൊന്നല്ല. ഓരോ ചക്കച്ചുളയും ഓരോ പഴങ്ങളാണ്, അതിനകത്തെല്ലാം ഓരോ ചക്കക്കുരുവുമുണ്ട്. എക്സാമ്പിൾസ് ഓഫ് മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് ആർ ജാക്ക് ഫ്രൂട്ട്, പൈനാപ്പിൾ. ഫോൾസ് ഫ്രൂട്ട്, സിമ്പിൾ ഫ്രൂട്ട്സ്, അഗ്രിഗേറ്റ് ഫ്രൂട്ട്സ്, മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ്, ഫോൾസ് ഫ്രൂട്ട്. ഫോൾസ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ കപടഫലം. ഇൻ സം പ്ലാന്റ്സ് പാർട്സ് ലൈക്ക് ദ പെഡിസിൽ, തലാമസ് എക്സെട്ര ഡെവലപ്പ് ഇൻ ടു ഫ്രൂട്ട് ലൈക്ക് സ്ട്രക്ചർ. ഫ്രൂട്ട് പോലെ കാണപ്പെടുന്ന സ്ട്രക്ചറായിട്ട് ആരൊക്കെയാണ്? പെഡിസിലും തലാമസും ഡെവലപ്പ് ചെയ്യുന്നു. എക്സാമ്പിൾസ് ഓഫ് ഫോൾസ് ഫ്രൂട്ടാണ് കാഷ്യൂ ആപ്പിളും. അതിൻ്റെ തലാമസും പെഡിസിലുമാണ് അവിടെ അത് ഉണ്ടായി വരുന്നത്. അവയാണ് എന്തെന്ന് പറയുന്നത്? ഫോൾസ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. നമുക്ക് നാലാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. എലോങ് വിത്ത് മോഷൻ. ഫോർത്ത് ചാപ്റ്റർ എലോങ് വിത്ത് മോഷൻ. ദ എർത്ത് റൊട്ടേറ്റ്സ് എബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ് അറ്റ് ആൻ അപ്രോക്സിമേറ്റ് സ്പീഡ് അറ്റ് ആൻ ഇക്വറ്റോറിയൽ റീജിയൻ. ഒരു ഇക്വറ്റോറിയൽ റീജിയനിൽ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് അപ്രോക്സിമേറ്റ് എത്ര ഇതിലാണ്? കിലോമീറ്റർ പെർ അവറിലാണ്. 1667 km/h. ലീനിയർ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മോഷൻ ഓഫ് എ ബോഡി എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടിയുള്ള മോഷന് പറയുന്ന പേരാണ് ലീനിയർ മോഷൻ. സർക്കുലർ മോഷൻ ദ മോഷൻ എലോങ് എ സർക്കുലർ പാത്ത്. ഒരു സർക്കുലർ പാത്തിൽ കൂടിയുള്ള മോഷനാണ് സർക്കുലർ മോഷൻ. ലീനിയർ മോഷൻ എന്ന് പറഞ്ഞാൽ ദ മോഷൻ ഓഫ് എ ബോഡി എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. ഓസിലേഷൻ ദ ടു ആൻഡ് ഫ്രോ മോഷൻ ഓഫ് എ ബോഡി എബൌട്ട് എ മീൻ പൊസിഷൻ. ഒരു മീൻ പൊസിഷനിൽ കൂടി, കൃത്യമായിട്ടുള്ളൊരു പൊസിഷനിൽ കൂടി ടു ആൻഡ് ഫ്രോ മോഷൻ ഓഫ് എ ബോഡി, ഒരു ബോഡിയുടെ ടു ആൻഡ് ഫ്രോ മോഷൻ നടക്കുന്നതിന് പറയുന്ന പേരാണ് ഇതെന്നുള്ള ഓസിലേഷൻ. ടു ആൻഡ് ഫ്രോ മോഷൻ ഓഫ് എ ബോഡി എബൌട്ട് എ മീൻ പൊസിഷനാണ് ഓസിലേഷൻ. ഫാസ്റ്റ് ഓസിലേഷൻസ് ആർ റെഫേർഡ് ടു അസ്. ഫാസ്റ്റ് ഓസിലേഷൻസ് നടക്കുന്ന എവിടെയാണ്? ഫാസ്റ്റ് ഓസിലേഷൻസ് അറിയപ്പെടുന്നത് വൈബ്രേഷൻസ് എന്നാണ്. നമ്മൾ റബ്ബർ ബാൻഡ് എടുത്തിട്ട് അതിനെ അങ്ങോട്ട് കൈകൊണ്ട് തന്നെ നമ്മൾ തട്ടി വിടുവാണെങ്കിൽ അതിനകത്ത് ഫാസ്റ്റായിട്ട് ഓസിലേഷൻസ് നടക്കുന്നത് കാണാം. അതിന് പറയുന്ന പേരാണ് വൈബ്രേഷൻ, അല്ലെങ്കിൽ കമ്പനം. സിറ്റുവേഷൻസ് ഇൻ വിച്ച് ഓസിലേഷൻ ഈസ് യൂസ്ഡ്: പെൻഡുലം, സിംഗിങ് കോട്ട്, സ്ട്രിങ് ഓഫ് എ വീണ. ഡിവൈസസ് ദാറ്റ് ക്യാൻ യൂസ് ടു ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ആൻഡ് സ്പീഡ്.
സ്പീഡും ഡയറക്ഷൻ ഓഫ് മോഷനും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസാണ് ഗിയർ എന്ന് പറയുന്നത്, ഗിയർ. ഇനി 5th ചാപ്റ്ററാണ് ഫുഡ് ഫോർ ഹെൽത്ത്. ഹെൽത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫുഡ്, ആരോഗ്യത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. കാർബോഹൈഡ്രേറ്റ് ഈസ് മെയ്ഡപ്പ് ഓഫ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ പേരിൽ തന്നെയുണ്ട് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ചീഫ് ഫങ്ഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ടു പ്രൊവൈഡ് എനർജി ഫോർ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ്. ശാരീരികമായ ഫങ്ഷൻസിന് വേണ്ട എനർജി പ്രദാനം ചെയ്യുക എന്നതാണ് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ പ്രധാന കർത്തവ്യം. ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്: സ്റ്റാർച്ച്, ഷുഗർ, ഗ്ലൂക്കോസ് ആൻഡ് സെല്ലുലോസ്. സ്റ്റാർച്ച്, ഷുഗർ, ഗ്ലൂക്കോസ്, സെല്ലുലോസ്. കാർബോഹൈഡ്രേറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ പ്ലെൻറ്റി ഇൻ ദ ഫോം ഓഫ് സ്റ്റാർച്ച്. കാർബോഹൈഡ്രേറ്റ് ഒത്തിരി സ്റ്റാർച്ചിൻ്റെ രൂപത്തിൽ ഒത്തിരി കാണപ്പെടുന്ന എന്തിനകത്തൊക്കെയാണ്? സീറൽസ് ആൻഡ് ട്യൂബേഴ്സ്, ധാന്യങ്ങൾക്കകത്തും ട്യൂബേഴ്സിനകത്തും. അയഡിൻ ടെസ്റ്റ്. എന്താണ് അയഡിൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ? അയഡിൻ ടെസ്റ്റിനകത്തൊരു ഡീപ്പ് ബ്ലൂ കളറാണ് ഫോം ചെയ്യുന്നത്. ഈസ് ഫോംഡ് വെൻ സ്റ്റാർച്ച് റിയാക്ട്സ് വിത്ത് അയഡിൻ സൊല്യൂഷൻ. സ്റ്റാർച്ചും അയഡിൻ സൊല്യൂഷനും കൂടെ റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ ഡീപ്പ് ബ്ലൂ കളർ കിട്ടുവാണെങ്കിൽ അതാണ് അയഡിൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. Then dash is essential for the formation of cells, hair, digestive juice, etc. in the body. Protein. Protein is essential for the formation of cells, hair, digestive juice. Protein contains hydrogen. Hydrogen symbol H. Carbon. Carbon symbol C. Oxygen O. Nitrogen N and sulfur. പ്രോട്ടീൻസിനകത്ത് എന്തൊക്കെയാണുള്ളത്? ഹൈഡ്രജനും കാർബണും ഓക്സിജനും, അതായത് ഹൈഡ്രോ കാർബൺ എന്ന് ഓർക്കുക, പിന്നെ നൈട്രജനും സൾഫറും. ഇൻ അക്കോർഡൻസ് വിത്ത് ദ ബോഡി വെയ്റ്റ് വൺ ഷുഡ് ഒബ്റ്റെയിൻ പ്രോട്ടീൻ ഫ്രം ഡയറ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 1 gram per kilogram. ഒരാളുടെ ബോഡി വെയ്റ്റിനനുസരിച്ച് എന്തോരം പ്രോട്ടീൻ ഒരു ദിവസം ഒരാൾ കഴിക്കണമെന്നാണ്. എത്ര കിലോഗ്രാം ഉണ്ടോ ഒരാളുടെ വെയ്റ്റ് അത്രയും ഗ്രാം പ്രോട്ടീൻ കഴിക്കണമെന്നാണ് ഒരാളുടെ ബോഡി വെയ്റ്റ് അനുസരിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ ലീഡ്സ് ടു റിട്ടാർഡേഷൻ ഓഫ് ഗ്രോത്ത്. ക്വാഷിയോർക്കർ, വളർച്ചാ നിരക്കിനെ അത് ബാധിക്കും, വളർച്ചയെ തന്നെ ബാധിക്കും. ക്വാഷിയോർക്കർ എന്ന രോഗം ഉണ്ടാകാനായിട്ട് കാരണമാകും. ഫാറ്റ് പ്രൊഡക്ട്സ്: മീറ്റ്, ഫിഷ്, മിൽക്ക് പ്രൊഡക്ട്സ്, എഗ്ഗ്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പീസ്, ഓയില്, ഗീ, അങ്ങനെ പലതാണ് ഫാറ്റിൻ്റെ പ്രൊഡക്ട്സ് ആയിട്ട് വരുന്നത്. നോർമൽ വാല്യൂ ഓഫ് ബ്ലഡ് ഷുഗർ. ബ്ലഡ് ഷുഗറിൻ്റെ നോർമൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 70 to 110 milligram per deciliter. 70 to 110 milligram per deciliter. Normal value of cholesterol up to 200 milligram per deciliter. 200 milligram per deciliter. Storehouse of vitamins and minerals: വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മിൽക്ക്, എഗ്ഗ്, എക്സെട്ര. അതൊക്കെയാണ് എന്തിൻ്റെയാണ്? വിറ്റാമിൻസിൻ്റെ മിനറൽസിൻ്റെ സ്റ്റോർ ഹൗസുകൾ. വെജിറ്റബിൾസും ഫ്രൂട്ട്സും മിൽക്കും എഗ്ഗും. ഫൈബർ റിച്ച് സോഴ്സസ് എന്ന് പറയുന്നത് സീരിയൽസ് കണ്ടെയ്നിങ് ബ്രാൻ, ലീഫി വെജിറ്റബിൾസ്, സ്റ്റെം ആൻഡ് ബഡ് ഓഫ് ദി പ്ലാന്റെയിൻ, എക്സെട്ര. അതൊക്കെയാണ് ഫൈബർ റിച്ച് ആയിട്ടുള്ള സോഴ്സസ്. നാരുകൾ ഒത്തിരിയുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. ഫുഡ് ദാറ്റ് കണ്ടെയ്ൻസ് ഓൾ ന്യൂട്രിയൻസ് ഇൻ റിക്വയർഡ് ക്വാണ്ടിറ്റീസ് ടേംഡ് ആസ്. എല്ലാ ക്വാണ്ടിറ്റീസും ആവശ്യത്തിനുള്ള അളവിൽ ന്യൂട്രിയൻസ് എല്ലാം അടങ്ങിയിരിക്കുന്ന ഫുഡിന് പറയുന്ന പേരാണ് ബാലൻസ്ഡ് ഡയറ്റ്. അപ്പം ബാലൻസ്ഡ് ഡയറ്റ് കഴിച്ച് നമുക്ക് ബാലൻസിങ് ആയിട്ടുള്ളൊരു ലൈഫ് നയിക്കാനും ബാലൻസിങ് ആയിട്ടുള്ളൊരു സ്റ്റഡി കീപ്പ് ചെയ്യുവാനും ശ്രദ്ധിക്കാം. ഓക്കെ, ബെസ്റ്റ് വിഷസ്.